പ്രിയമുള്ളവരെ, ഈശോമിശിഹായിൽ സ്നേഹവന്ദനം. പ്രഭാഷകൻ 36-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ദിസ് ഇസ് ജോസഫ് ഫ്രം ജെ ലോഗോസ് 316. ഈ വേദി ഉപയോഗിച്ച് ദൈവജനത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠനത്തെ ആഴത്തിലാക്കാൻ ശ്രമിക്കാം. ഈ പ്രബുദ്ധമായ യാത്രയുടെ ഭാഗമായതിന് നന്ദി. വിശ്വാസത്തിൽ നമുക്കൊരുമിച്ച് വളരാം. ക്വിസ് ചോദ്യങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും വ്യത്യസ്ത വീഡിയോകളിൽ അവതരിപ്പിക്കുന്നതിനാൽ നിങ്ങളുടെ സൗകര്യമനുസരിച്ച് അവ രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ് അഹെഡ്. പ്രഭാഷകൻ 36 ഒരു ആമുഖം. പ്രഭാഷകൻ 36-ാം അധ്യായം ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ പ്രീതിയും സംരക്ഷണവും അഭ്യർത്ഥിച്ച് തൻ്റെ ജനത്തോട് കരുണ കാണിക്കണമെന്ന പ്രാർത്ഥനയോടെയാണ്. എല്ലാ സൃഷ്ടികളുടെയും മേലുള്ള ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് ജ്ഞാനവും വിവേകവും തേടേണ്ടതിൻ്റെ പ്രാധാന്യം ഈ അധ്യായം ഊന്നി പറയുന്നു. കർത്താവിൽ ആശ്രയിക്കാനും അവൻ്റെ മാർഗനിർദ്ദേശം തേടാനും അവൻ്റെ മുമ്പാകെ സ്വയം താഴ്ത്താനുമുള്ള പ്രബോധനങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. പ്രഭാഷകൻ 36 ആത്യന്തികമായി നീതിയിലേക്കുള്ള ഒരു ആഹ്വാനമായും അവൻ്റെ കൽപ്പനകൾ വിശ്വസ്തതയെ പിന്തുടരുന്നവർക്ക് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ഓർമ്മപ്പെടുത്തലുമായി വർത്തിക്കുന്നു. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, പ്രഭാഷകൻ 36:1 കർത്താവിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? പ്രഭാഷകൻ 36:1 കർത്താവിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? ഇതാണ് ആദ്യത്തെ ചോദ്യം. ഉത്തരം, എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, പ്രഭാഷകൻ 36-ൽ ആരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? പ്രഭാഷകൻ 36-ൽ ആരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം, ഇസ്രായേലിൻ്റെ. പ്രഭാഷകൻ 36:1-17. മൂന്നാമത്തെ ചോദ്യം, ആർക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ എന്നാണ് പ്രഭാഷകൻ 36:3 പ്രാർത്ഥിക്കുന്നത്? ആർക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ എന്നാണ് 36:3 പ്രാർത്ഥിക്കുന്നത്? ഇതിൻ്റെ ഉത്തരം അന്യജനതകൾക്കെതിരെ. പ്രഭാഷകൻ 36:3 അന്യജനതകൾക്കെതിരെ. അടുത്ത ചോദ്യം, അവിടുത്തെ ശക്തി ആര് ദർശിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ 36:3 പറയുന്നത്? അവിടുത്തെ ശക്തി ആര് ദർശിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ 36:3 പറയുന്നത്? ഉത്തരം, അന്യജനതകൾ. പ്രഭാഷകൻ 36:3 അന്യജനതകൾ. അഞ്ചാമത്തെ ചോദ്യം, അധ്യായവും വാക്യവും ഏത്? അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. അതിൻ്റെ അധ്യായവും വാക്യവുമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം, പ്രഭാഷകൻ 36:4 36-ാം അധ്യായം 4-ാം വാക്യം. ആറാമത്തെ ചോദ്യം, പ്രഭാഷകൻ 36:5 ആശയം ആവർത്തിക്കപ്പെടുന്ന പുതിയ നിയമ ഭാഗം ഏത്? 36:5 ആശയം ആവർത്തിക്കപ്പെടുന്ന പുതിയ നിയമ ഭാഗം ഏത്? അതിൻ്റെ ഉത്തരം യോഹന്നാൻ 17:25. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 25-ാം വാക്യം. ഏഴാമത്തെ ചോദ്യം, പ്രഭാഷകൻ 36:5 ആശയം ആവർത്തിക്കപ്പെടുന്ന മറ്റൊരു പഴയ നിയമ ഭാഗം ഏത്? 36:5 ആശയം ആവർത്തിക്കപ്പെടുന്ന മറ്റൊരു പഴയ നിയമ ഭാഗം ഏത്? അതിൻ്റെ ഉത്തരം 1 രാജാക്കന്മാർ 8:43. 1 രാജാക്കന്മാർ 8:43. അടുത്ത ചോദ്യം, പ്രഭാഷകൻ 36:6 പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ കരബലം പ്രകടമാക്കുവാൻ വീണ്ടും പ്രവർത്തിക്കേണ്ട 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? കർത്താവിൻ്റെ കരബലം പ്രകടമാക്കുവാൻ വീണ്ടും പ്രവർത്തിക്കേണ്ട 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? പ്രഭാഷകൻ 36:6 അടയാളങ്ങളും അത്ഭുതങ്ങളും. അതാണ് അതിൻ്റെ ഉത്തരം, അടയാളങ്ങളും അത്ഭുതങ്ങളും. അടുത്ത ചോദ്യം, ശത്രുവിനെ നിശേഷം നശിപ്പിക്കാൻ എന്ത് വർഷിക്കണമെന്നാണ് പ്രഭാഷകൻ 36:6 പ്രാർത്ഥിക്കുന്നത്? ശത്രുവിനെ നിശേഷം നശിപ്പിക്കാൻ എന്ത് വർഷിക്കണമെന്നാണ് പ്രഭാഷകൻ 36:6 പ്രാർത്ഥിക്കുന്നത്? അതിൻ്റെ ഉത്തരം കോപത്തെ ഉണർത്തി ക്രോധം വർഷിക്കണമെന്ന്. കോപത്തെ ഉണർത്തി ക്രോധം വർഷിക്കണമെന്ന്. 10-ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 36:8 വാഗ്ദാനം അനുസ്മരിച്ച് കർത്താവ് ത്വരിപ്പിക്കേണ്ടതായി പറയുന്നത് എന്തിനെയാണ്? 36:8 വാഗ്ദാനം അനുസരിച്ച് കർത്താവ് ത്വരിപ്പിക്കേണ്ടതായി പറയുന്നത് എന്തിനെയാണ്? അതിന് ഉത്തരം കാലത്തെയാണ് ത്വരിപ്പിക്കേണ്ടത്. അടുത്ത ചോദ്യം, പ്രഭാഷകൻ 36:8 ജനം പ്രകീർത്തിക്കട്ടെ എന്ന് പറയുന്നത് എന്തിനെയാണ്? ജനം പ്രകീർത്തിക്കട്ടെ എന്ന് പറയുന്നത് എന്തിനെയാണ്? പ്രഭാഷകൻ 36:8. അതിൻ്റെ ഉത്തരം
കർത്താവിൻ്റെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ എന്നാണ് പറയുന്നത്. 12ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 36:9 അനുസരിച്ച് കർത്താവിൻ്റെ കോപാഗ്നിയിൽ ദഹിക്കേണ്ടത് ആരാണ് എന്നാണ് പ്രഭാഷകൻ 36:9 പറയുന്നത്. അതിൻ്റെ ചോദ്യം അവശേഷിക്കുന്നവൻ എന്നാണ്. അടുത്ത ചോദ്യം 13, തങ്ങൾക്ക് തുല്യം മറ്റാരുമില്ല എന്ന് ജൽപ്പിക്കുന്നത് ആര്? ആരാണ് ഇങ്ങനെ പറയുന്നത്, തങ്ങൾക്ക് തുല്യരായിട്ട് മറ്റാരുമില്ല എന്ന്? അതിൻ്റെ ഉത്തരം ശത്രു രാജാക്കന്മാരാണ്. പ്രഭാഷകൻ 36:10 ശത്രു രാജാക്കന്മാർ. 14ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 36:11 പരാമർശിക്കപ്പെടുന്ന ഗോത്രങ്ങളേവ? ഏത് ഗോത്രങ്ങളെക്കുറിച്ചാണ് പ്രഭാഷകൻ 36:11 പറയുന്നത്? 36:11 പരാമർശിക്കുന്ന ഗോത്രങ്ങൾ. ഉത്തരം യാക്കോബിൻ്റെ ഗോത്രങ്ങളാണ്. 15ാമത്തെ ചോദ്യം, ആരെയാണ് ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമെന്ന് പ്രഭാഷകൻ 36:11 പറയുന്നത്? ആരെയാണ് ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമെന്ന് പ്രഭാഷകൻ 36:11 പറയുന്നത്? യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പ്രഭാഷകൻ 36:11. 16ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 36 അനുസരിച്ച് ആരെപ്പോലെയാണ് കർത്താവ് ഇസ്രായേലിനെ പരിഗണിച്ചത്? പ്രഭാഷകൻ 36 അനുസരിച്ച് ആരെപ്പോലെയാണ് കർത്താവ് ഇസ്രായേലിനെ പരിഗണിച്ചത്? ഉത്തരം ആദ്യജാതനെ പോലെയാണ് കർത്താവ് പരിഗണിച്ചത് ഇസ്രായേലിനെ 36:12 അനുസരിച്ച്. 17ാമത്തെ ചോദ്യം, കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? അതിൻ്റെ ഉത്തരം ജെറുസലേം. 36:13 ജെറുസലേം നഗരമാണ്. അടുത്ത ചോദ്യം പൂരിപ്പിക്കുക. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് ഡാഷിനെ നിറയ്ക്കണമേ. പ്രഭാഷകൻ 36:14 പൂരിപ്പിക്കാനാണ്. ഉത്തരം സിയോനെ ആണ് എന്ന് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. 19ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 36:14 ബി അനുസരിച്ച് കർത്താവിൻ്റെ മഹത്വം കൊണ്ട് നിറയ്ക്കേണ്ടത് എന്തിനെ? ഉത്തരം കർത്താവിൻ്റെ ആലയത്തെ നിറയ്ക്കാനാണ് പറയുക. അടുത്ത ചോദ്യം, കർത്താവിൻ്റെ ആദ്യ സൃഷ്ടികൾക്ക് എന്ത് നൽകണമേ എന്നാണ് പ്രഭാഷകൻ 36:15 പ്രാർത്ഥിക്കുന്നത്? കർത്താവിൻ്റെ ആദ്യ സൃഷ്ടികൾക്ക് എന്ത് നൽകണമെന്നാണ് പ്രഭാഷകൻ 36:15 പ്രാർത്ഥിക്കുന്നത്? ഉത്തരം സാക്ഷ്യം നൽകണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അടുത്ത ചോദ്യം 21, കർത്താവിൻ്റെ ജനത്തിന് അനുഗ്രഹം നൽകിയ ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ 36:17 പരാമർശിക്കുന്നത്? കർത്താവിൻ്റെ ജനത്തിന് അനുഗ്രഹം നൽകിയ ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ 36:17 പരാമർശിക്കുന്നത്? ആരാണ് അനുഗ്രഹം നൽകിയത് എന്നുള്ളതാണ്. അഹ്റോനാണ് അനുഗ്രഹം നൽകിയത്, ഒരു പുരോഹിതനായിരുന്നുള്ള അഹ്റോൻ. 22, നാവ് രുചി കൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മ ബുദ്ധി തിരിച്ചറിയുന്നത് എന്ത്? നാവ് രുചി കൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മ ബുദ്ധി തിരിച്ചറിയുന്നത് എന്ത്? ഉത്തരം വ്യാജവാക്ക്. പ്രഭാഷകൻ 36:19 വ്യാജവാക്ക്. അടുത്ത ചോദ്യം, കുടില ബുദ്ധി വിതയ്ക്കുന്നത് എന്ത്? അതിൻ്റെ ഉത്തരം ദുഃഖം. പ്രഭാഷകൻ 36:20 ദുഃഖമാണ് കുടിലബുദ്ധി വിതയ്ക്കുന്നത്. 24ാമത്തെ ചോദ്യം, പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ത്? പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ത് എന്നാണ് 24ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ഭാര്യ. പ്രഭാഷകൻ 36:24 ഭാര്യയാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. 25ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. ഭാര്യയാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്, അവൻ്റെ ഡാഷ് ഡാഷ് അവൾ തന്നെ. പ്രഭാഷകൻ 36:24 അവൻ്റെ ഡാഷ് ഡാഷ് അവൾ തന്നെ. ഉത്തരം
അവൻ്റെ തുണയും താങ്ങും അവൾ തന്നെ. അടുത്ത ചോദ്യം, ആര് വിശ്വസിക്കുമെന്ന് അവസാനിക്കുന്ന ചോദ്യങ്ങൾ എത്ര പ്രാവശ്യം പ്രഭാഷകൻ 36 കാണുന്നു? ആര് വിശ്വസിക്കും എന്ന് അവസാനിക്കുന്ന ചോദ്യങ്ങൾ എത്ര പ്രാവശ്യം പ്രഭാഷകൻ 36 കാണുന്നു? 2 പ്രാവശ്യം. പ്രഭാഷകൻ 36 36 അധ്യായം 26 വാക്യത്തിലാണ്. 2 പ്രാവശ്യം നമുക്ക് കാണാം. 27ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 36 പരാമർശിക്കപ്പെടുന്ന ഒരേ ഒരു പഞ്ചേന്ദ്രിയം ഏതാണ്? പ്രഭാഷകൻ 36 പരാമർശിക്കപ്പെടുന്ന ഒരേ ഒരു പഞ്ചേന്ദ്രിയം ഏതാണ്? ഉത്തരം നാവ്. പ്രഭാഷകൻ 36 19. നാവാണ് ഒരേ ഒരു പഞ്ചേന്ദ്രിയമായിട്ട് ഈ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം 28. പ്രഭാഷകൻ 36 അധ്യായത്തിൽ ഭാര്യ എന്ന വാക്ക് 2 പ്രാവശ്യം ആവർത്തിക്കപ്പെടുമ്പോൾ ഭർത്താവ് എന്ന വാക്ക് എത്ര പ്രാവശ്യം കാണപ്പെടുന്നു? ഭാര്യ 2 പ്രാവശ്യം കാണുന്നു. ഭാര്യ എന്ന വാക്ക്, ഭർത്താവ് എന്ന വാക്ക് എത്ര പ്രാവശ്യം കാണപ്പെടുന്നു? 1 പ്രാവശ്യം മാത്രമേ ഉള്ളൂ. പ്രഭാഷകൻ 36 23. 1 പ്രാവശ്യം. അതാണ് അതിൻ്റെ ഉത്തരം. 36 23. 29ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 36 കൊടുത്തിരിക്കുന്ന ശീർഷകങ്ങളിൽ രണ്ടാമത്തേത് ഉദ്ധരിക്കുക. 2 ശീർഷകങ്ങളുണ്ട്, അതിൽ രണ്ടാമത്തേത് ഉദ്ധരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രഭാഷകൻ 36 അധ്യായത്തിൽ. അത് ഉത്തരം ഇതാണ്, ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുക. ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുക എന്നാണ് രണ്ടാമത്തെ ശീർഷകം. 30ാമത്തെ ചോദ്യം, പ്രഭാഷകൻ്റെ ഗ്രന്ഥത്തിൽ ഒരേ എണ്ണം വാക്യങ്ങളുള്ള തുടർച്ചയായ 2 അധ്യായങ്ങൾ ഏതൊക്കെയാണ്? പ്രഭാഷകൻ്റെ ഗ്രന്ഥത്തിൽ ഒരേ എണ്ണം വാക്യങ്ങളുള്ള തുടർച്ചയായ 2 അധ്യായങ്ങൾ ഏതൊക്കെയാണ്? അതിൻ്റെ ഉത്തരം അധ്യായം 35 36. 26 വാക്യങ്ങൾ വീതം 2-ലുമുണ്ട്. അധ്യായം 35 36. Hope you have enjoyed this quiz. പ്രഭാഷകൻ 36 ഉൾക്കാഴ്ചകൾ. പ്രഭാഷകൻ 36 മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രീതിയും സംരക്ഷണവും തേടുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം അത് സൂചിപ്പിക്കുന്നു. വിനയത്തിൻ്റെയും ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിലുള്ള വിശ്വാസത്തിൻ്റെയും പ്രാധാന്യം ഈ അധ്യായം എടുത്തു കാണിക്കുന്നു. വ്യക്തികളെ അവരുടെ ഇച്ഛയെ അവരുടെ ദൈവിക ജ്ഞാനവുമായി സമന്വയിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. നീതിയുടെയും ദൈവകൽപ്പനകളോടുള്ള അനുസരണത്തിൻ്റെയും മൂല്യത്തെ അത് അനുഗ്രഹങ്ങളുടെയും സമൃദ്ധിയുടെയും പാതകളായി ഊന്നി പറയുന്നു. ആത്യന്തികമായി ദൈവഹിതത്തിന് അനുസൃതമായി വിശ്വസ്തതയും സംതൃപ്തമായ ജീവിതം നയിക്കുന്നതിനുള്ള ഒരു റോഡ് മാപ്പ് നൽകുന്നു. ടിപ്സ്. ആവർത്തിച്ചുള്ള വായന ബൈബിൾ ക്വിസിന് ഒത്തിരി സഹായമാകും. 2 ശീർഷകങ്ങൾ കേന്ദ്രീകരിച്ച് പഠിക്കുവാൻ ശ്രമിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ കാണുകയും ഉത്തരങ്ങൾ നൽകാൻ ശ്രമിക്കുകയും ചെയ്യുക. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. റീഡ് ചാപ്റ്റർ 37 ഫോർ ദി നെക്സ്റ്റ് റൗണ്ട് ഇൻ മലയാളം. All the very best. And goodbye from Joseph for JJ Logos 316. Hope you have enjoyed it. Please subscribe to the channel if you have not done so, and share it. Thank you.